എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ നമ്മൾ ബിൻസി RJ ബിൻസിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിൻസി ഇഷ ബൈ PK എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം പേജിൽ കൂടി കൊളാബ് അങ്ങോട്ട് ചോദിച്ചിട്ട്. ഇപ്പോൾ കൊളാബ് അങ്ങോട്ട് ചോദിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. കാരണം തുടക്കകാലത്ത് എല്ലാവരും ചെയ്തൊരു കാര്യമാണ് അങ്ങോട്ട് പോയിട്ട് കൊളാബ് ചോദിച്ചിട്ട് അവരുടെ പ്രോഡക്റ്റ് മേടിച്ച് വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കുന്ന പരിപാടി എല്ലാവരും ചെയ്യാറുണ്ട്. അപ്പോൾ ബിൻസി ഇത് അങ്ങോട്ട് ചോദിച്ചിട്ട് ഈ വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കാതിരുന്നു. അതിനുശേഷം ഏകദേശം 1.5 വർഷങ്ങൾക്ക് ശേഷം ഇവരിടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ വീഡിയോയിലെല്ലാം പറഞ്ഞായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ബിൻസി പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാറില്ല. ആദ്യം വയ്യാതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മറുപടി കൊടുക്കാതെയായി. പിന്നെ ബിൻസി മറ്റു ഷൂട്ടുകൾ ചെയ്തിട്ട് അതിൻ്റെ വീഡിയോകൾ എടുത്ത് അയച്ചു കൊടുത്തു. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തതും അവരുടെ അവരുടെ പ്രൊഫൈലിൽ വന്ന റീലൊക്കെ വെച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ വീഡിയോ വന്നതിന് ശേഷം ബിൻസി ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് അവരോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ മെസ്സേജ് അയച്ചാൽ മതി, കോൾ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഇവർ ആ സംഭവം വിട്ടു. ആക്ച്വലി അതായത് ഇവർക്ക് ആ പൈസ വേണ്ട, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് വേണ്ട, വീഡിയോ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഒഴിവായി. പക്ഷേ ബിൻസി അതിന് ശേഷം ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇവർ ആ വീഡിയോ ചെയ്തതിന് ശേഷം ബിൻസി പല ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഈ ബിൻസിയുടെ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ വന്ന പ്ലാറ്റ്ഫോമുകളിൽ പോയിട്ട് ഇവരെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടുള്ള കമൻറ്റുകൾ ചെയ്തു തുടങ്ങി. ഇവരുടെ പേജ് മോശം പേജാണ്, ഇവരുടെ പ്രോഡക്റ്റ് ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റാണ്, ഇവർക്ക് ആ പ്രോഡക്റ്റിന് വില കുറവാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് സംസാരിച്ച് തുടങ്ങി, കമൻറ്റുകൾ ചെയ്തു തുടങ്ങി. അങ്ങനെയാണ് നമ്മളെടുത്ത് ഈ വീഡിയോ ചെയ്യുന്നത്. ബിൻസി ആ കമൻറ്റ് തന്നെ സ്റ്റോറി ആയിട്ട് എടുത്തിടുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കൊളാബ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയി ചോദിച്ചിട്ട് അവരിൽ നിന്നത് വാങ്ങിയിട്ട് ചെയ്ത് കൊടുത്തില്ല എന്ന് മാത്രമല്ല അതിൻ്റെ കാശ് കൊടുത്തില്ല. കാശ് കൊടുക്കാമെന്ന് പറഞ്ഞു എപ്പോഴാണ് ഇവർ ആദ്യത്തെ വീഡിയോ ചെയ്തതിന് ശേഷം, അതായത് 1.5 വർഷങ്ങൾക്ക് ശേഷം ഈ വീഡിയോ വന്നതുകൊണ്ട് ഇവരെ കോൺടാക്ട് ചെയ്തിട്ട്, അത് ബിൻസി അല്ല പറയുന്നത്, ബിൻസിയുടെ ഒരു സുഹൃത്തിനെ കൊണ്ടാണ് പറയിപ്പിക്കുന്നത്. ഇവർ ആക്ച്വലി ആ സുഹൃത്തിൻ്റെ ചാറ്റ് പുറത്ത് വിട്ടില്ല. കാരണം അയാൾ അത്യാവശ്യം മാന്യമായിട്ടാണ് ഇവരോട് ഡീൽ ചെയ്തുകൊണ്ടാണ് ഇവർ ആ ചാറ്റ് പുറത്തുവിടാത്തത്. ഞാൻ ആ പേജുകാരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ആ ഫ്രണ്ടിൻ്റെ ചാറ്റ് പുറത്തുവിടാത്തത് അയാൾ മാന്യമായിട്ടാണ് ഞങ്ങളോട് സംസാരിച്ചത്, ഇടപെട്ടത്, അതുകൊണ്ട് അയാളെ മോശക്കാരനാക്കാൻ താല്പര്യമില്ല. പക്ഷേ ബിൻസി അവിടെ അഹങ്കാരമാണ് കാണിക്കുന്നത്. 300 രൂപയുടെ പ്രോഡക്റ്റ് അല്ലേ, അത്രയുള്ള വിലയില്ലേ ഉള്ളൂ. അതായത് ഒട്ടും വാല്യൂ ആ പ്രോഡക്റ്റിന് കൊടുത്തിട്ടില്ല. അത് ഉണ്ടാക്കുന്നവർക്ക് അറിയാം അതിൻ്റെ വലിപ്പം എത്രയാണെന്നുള്ളത്. അല്ലാതെ ബിൻസിക്ക് ഒരു പക്ഷേ അറിയില്ലായിരിക്കും. ബിൻസി ഇപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് ഷൂട്ട് ചെയ്യുന്നു, അത് അവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ ബിൻസിയുടെ പരിപാടി കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ പുറകിൽ അവരുടെ എഫേർട്ട് എത്രമാത്രം ഉണ്ടെന്നുള്ളത് ചിലപ്പോൾ ബിൻസി ചിന്തിക്കുന്നുണ്ടാവില്ല. ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിൻസി ഒരു ഓട്ടോ തൊഴിലാളിയുടെ മകളാണ്. അത് അഭിമാനത്തോടെ ബിൻസി പറയുന്ന ഒരാളാണ്. അതിനെ കളിയാക്കിയെന്ന് പറഞ്ഞിട്ടാണ് ബിൻസി മസ്താനിയെ ബിഗ് ബോസ് ഹൗസിനകത്തിട്ടിട്ട് കുറേ അധികം അനാവശ്യങ്ങൾ പറഞ്ഞത്. അതൊക്കെ ആൾക്കാർ കേട്ടു. ആൾക്കാർ ബിൻസിയുടെ റിയൽ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കി. പക്ഷേ ഇവിടെ വന്നിട്ട് ബിൻസി ശരിക്കും പറ്റിക്കുക ചെയ്തത്. ഒരു ബിസിനസ്സുകാരെ, ഒരു ചെറിയ ബിസിനസ് ആയിക്കോട്ടെ വലിയ ബിസിനസ് ആയിക്കോട്ടെ, അവരെ ബിൻസി ശരിക്കും ലിറ്ററലി പറയുകയാണെങ്കിൽ പറ്റിക്കുക ചെയ്തേക്കുന്നത്. ഇപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഇന്ന് വീണ്ടും ആ വിഷയം എടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ബിൻസി ചെയ്യുന്നൊരു പരിപാടി, ബിൻസി അല്ല, ബിൻസിയുടെ ബന്ധുവായ ഒരാൾ, ഈ ലേഡിയുടെ പ്രൊഫൈലിനകത്ത് ബിൻസിയും ബിൻസിയുടെ അമ്മയുമായിട്ടുള്ള ഫോട്ടോ ഞാൻ കണ്ടു, ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ കണ്ടു. അപ്പോൾ ബന്ധുവാന്ന് തോന്നുന്നു. ഇവരിപ്പോൾ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് ഇത്തരം പേജുകളുടെ താഴെ, ഈ ബിൻസിയുടെ വാർത്ത വരുന്ന പേജുകളുടെ താഴെ പോയിട്ട് അവിടെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരെ വിമർശിക്കുക. ഇതാണ് ഇപ്പോൾ ചെയ്യുന്ന പരിപാടി. മനസ്സിലായില്ലേ? ആ പേജുകാർ പറഞ്ഞു ബിൻസി ഇനി എന്തെങ്കിലും മറുപടി പറയാതെ ഞങ്ങൾ റിയാക്ട് ചെയ്യില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഓടി നടന്ന് കമൻറ്റ് ചെയ്ത് ഇവരെ വിമർശിക്കുന്നവരെ ഒപ്പോസ് ചെയ്യുന്ന ഒരുതരം ചൊറിച്ചിലെന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഇപ്പോൾ ബിൻസിയുടെ ഈ ബന്ധു കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തായാലും ആ കമൻറ്റ്, ബിൻസിയുടെ കമൻറ്റ്, ഇന്നലത്തെ സ്റ്റോറി നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. ഇതേ എന്താ പറയുക, ഒരു കൊലയ്ക്കകത്ത് മാങ്ങ ഉണ്ടാകുന്ന എല്ലാ മാങ്ങയും ഒരുപോലെ ചീഞ്ഞതാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഈ ഒരു കമൻറ്റ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഞാൻ ബിൻസിയുടെ കമൻറ്റ് ആദ്യം വായിക്കാം. തട്ടിപ്പോ കൂടിപ്പോയാൽ 300 രൂപയുടെ സാധനമാണ് അവർ 2024 കൊളാബിന് തന്നത്. ഇത് നമ്മൾ ഇന്നലെ വായിച്ചതാണ്. എന്നാൽ ഒന്നുകൂടി വായിക്കാൻ കാരണം ഈ ചേച്ചിയുടെ കമൻറ്റിനകത്തും ഇതിലെ പല കാര്യങ്ങളും വരുന്നുണ്ട്. കമ്മലും വളയും. അന്ന് എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം വീഡിയോ എടുത്ത് കൊടുക്കാൻ പറ്റിയില്ല. അത് കറക്റ്റായിട്ട് അവരെ അറിയിച്ചതുമാണ്. പിന്നെ അവരോട് പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. എപ്പോൾ? 1.5 വർഷങ്ങൾക്ക് ശേഷം. ഈ 1.5 വർഷവും ബിൻസി അവരെ മൈൻഡ് ചെയ്യുന്നില്ല. എന്നാൽ ബിൻസി ചെയ്യുന്ന ഷൂട്ടിൻ്റെ വീഡിയോ എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കുന്നുമുണ്ട്. ഒരു അല്പമെങ്കിലും നാണം ഉണ്ടായിരുന്നെങ്കിൽ അത് ചെയ്യില്ലായിരുന്നു. അതായത് അവരുടെ പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിച്ചിട്ട് അതിൻ്റെ വീഡിയോ എടുത്ത് ചെയ്ത് കൊടുത്തില്ല എന്ന് മാത്രമല്ല, മറ്റുള്ള പേജുകൾക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുന്ന വീഡിയോ എടുത്ത് ഇവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആലോചിച്ച് നോക്കി. പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു. അവർക്കിപ്പോൾ കോണ്ടന്റ് വേണം, റീച്ച് വേണം. ആകപ്പാടെ ആ പേജിൽ റീച്ചുള്ള വീഡിയോ ഇത് മാത്രമാണ്. സോ ഇത് തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് കുറച്ച് റീച്ച് ഉണ്ടാക്കി അവർ ജീവിച്ചു പോട്ടെ. നിങ്ങൾ എല്ലാവരും അവരൊന്ന് സപ്പോർട്ട് ചെയ്തേക്ക്. പിന്നെ ഈ പോസ്റ്റ് ഇട്ട ചേട്ടനോട്, തട്ടിപ്പ് നടത്താനാണെങ്കിൽ വേറെ നല്ല പേജ് കിട്ടില്ലേ ചേട്ടാ? അപ്പോൾ നല്ല പേജ് കിട്ടിയാൽ തട്ടിപ്പ് നടത്തും അല്ലേ? കുറഞ്ഞത് നല്ല ക്വാളിറ്റിയുള്ള നല്ല വില കൂടിയ പ്രോഡക്റ്റ് എടുക്കില്ലേ? ബിൻസി ശരിക്കും ഇവരെ കളിയാക്കുക ചെയ്യുന്നത്. അതായത് ഇവരുടെ പ്രോഡക്റ്റ് മോശമാണ്, ക്വാളിറ്റി ഇല്ല. പക്ഷേ ഇവരുടെ തന്നെ പേജിനകത്ത്, ഈ ന്യൂസ് വന്ന പേജിനകത്ത് താഴെ കുറച്ച് പേരുടെ കമൻറ്റ്സ് കണ്ടു. അവരുടെ പ്രോഡക്റ്റ്സ് വില കുറവാണ് പക്ഷേ ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് കമൻറ്റ്സ് കണ്ടു. ഉപയോഗിച്ച ആൾക്കാരുടെ കമൻറ്റ്സ്. മനസ്സിലായോ? അപ്പോൾ
ബിൻസിയെ സംബന്ധിച്ച് ബിൻസിക്ക് ഇപ്പോൾ ബിഗ് ബോസിലൊക്കെ പോയി സെലിബ്രിറ്റി ആയിപ്പോല്ലോ. സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ പിന്നെ എന്തും നമുക്ക് ആവാന്നുള്ളതാണ് ചില സോ കോൾഡ് സെലിബ്രിറ്റീസിന്റെ വിചാരം. സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ പിന്നെ അവരാരും ചോദ്യം ചെയ്യാൻ പാടില്ല, അവരാരും ചോദ്യം ചെയ്യത്തില്ല, അവർക്ക് എന്ത് തോന്നിയവാസവും സൊസൈറ്റിയിൽ കാണിക്കാം. ഇതാണ് ചില സോ കോൾഡ് സെലിബ്രിറ്റികളുടെ ഒരു ധാരണ. അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ ഇവരാരും ചോദ്യം ചെയ്യാൻ പാടില്ല, പിന്നെ ഇവർ തോന്നിയ പോലെയൊക്കെ കാര്യങ്ങൾ ചെയ്യും. വേണമെങ്കിൽ ഈ പറയുന്ന വീഡിയോ എടുത്ത് അയച്ചു തരും, ഇല്ലെങ്കിൽ അയച്ചു തരാൻ പറ്റത്തില്ല. ഇതാണ് സംഭവം. കുറഞ്ഞ നല്ല ക്വാളിറ്റിയുള്ള നല്ല വില കൂടിയ പ്രോഡക്റ്റ്സ് എടുക്കില്ലേ, ഇതിപ്പോൾ മോശം. അപ്പോൾ പറയാൻ വന്നത്, ആളുകൾ കുറച്ച് റീച്ചായി വരുമ്പോൾ ഇതുപോലെയുള്ളവർ വരുന്നത് സ്വാഭാവികം. അതുകൊണ്ട് ഞാൻ ഇതിനെ കാര്യമായിട്ട് എടുക്കുന്നില്ല. കുറച്ച് കൊളാബ് സാരി വീഡിയോസ് എടുക്കാനുണ്ട്, അപ്പോൾ ഓക്കെ ബൈ. ഇതാണ് ബിൻസിയുടെ കമൻ്റ് എന്ന് പറയുന്നത്. ശരിക്കും അഹങ്കാരം പിടിച്ച ആളുകളുടെ ഒരു തരം സ്വരമാണ് എനിക്കിതിൽ പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. എനിക്കെന്നല്ല, ഈ വീഡിയോ കാണുന്ന ഈ ഒരു കമൻറ്റ് വായിക്കുന്ന ഏതൊരാൾക്കും അങ്ങനെ തോന്നുള്ളൂ. കാരണം ബിൻസി ഒരു സാധാരണക്കാരൻ്റെ മകളാണ് എന്ന് ബിൻസി പലപ്പോഴും അഭിമാനത്തോടെ പറയുന്ന ഒരാളാണ്. കഷ്ടപ്പാടിലൂടെ വളർന്നു വരുന്ന ഒരാൾക്ക് ഒരിക്കലും 300 രൂപ ആയിക്കോട്ടെ 3 രൂപ ആയിക്കോട്ടെ അതിന് അവരൊരു വാല്യൂ കൊടുക്കും. ഒരിക്കലും ഇങ്ങനെ കളിയാക്കില്ല. ഇത് അങ്ങോട്ട് പോയിട്ട് ചോദിച്ച് മേടിച്ചൊരു സാധനത്തിന് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് ചെയ്തു കൊടുത്തില്ല എന്ന് മാത്രമല്ല, അങ്ങനെ പറ്റിക്കുകയും ചെയ്തു. അതിലുപരി അവരിപ്പോൾ കളിയാക്കിക്കൊണ്ട് നടക്കുകയാണ്. ബിൻസിയുടെ പേജിൽ വേറെ ഡീറ്റെയിൽസ് ഒന്നും ബിൻസി പിന്നെ ഷെയർ ചെയ്തിട്ടില്ല. ഈ വിഷയത്തെക്കുറിച്ച് ബിൻസി പിന്നെ സംസാരിച്ചിട്ടേ ഇല്ല. ബിൻസിയുടെ വിചാരം ഇത്ര വിലയല്ലേ ഉള്ളൂ, അതിന് അത്രക്കത്ര വില കൊടുത്താൽ മതി എന്നായിരിക്കും. പക്ഷേ ഇത് ഉണ്ടാക്കുന്നവർക്ക്, ഈ ഒരു ഫേം മാനേജ് ചെയ്യുന്നവർക്ക് അതിന് വലിയ വാല്യൂ ഉണ്ട്. കാരണം അവർ തുടക്കക്കാരാണ്, ആ സമയത്താണ് അവരിത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കിട്ടുന്ന ഒരു അടി എന്ന് പറയുന്നത് ഇങ്ങനൊരു ചീറ്റിംഗ് ആണ്. ശരിക്കും റീസൺലി ഇത് പറയുകയാണെങ്കിൽ ഞാനൊരു വലിയൊരു ഈ പറയുന്ന ചീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ പെട്ട് നിൽക്കുകയാണ്. ഞാൻ ഒരു നായ്ക്കൂട് ഓർഡർ ചെയ്തിട്ട് ഇവിടെ ആലപ്പുഴ ടീമിനാണ് ഓർഡർ കൊടുത്തത്. എൻ്റെ അഡ്വാൻസ് മേടിച്ചു. അപ്പം ഞാൻ ചോദിച്ചു ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല, ഉണ്ട്, അതായത് അഡ്വാൻസ് ഒരു 1/4 ഭാഗം അഡ്വാൻസ് തന്നു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ വരുമ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാനൊരു 3000 റുപ്പീസ് അഡ്വാൻസ് കൊടുത്തു. 10 ദിവസത്തിനകത്ത് സാധനം കിട്ടുമെന്ന് പറഞ്ഞു. ഇന്ന് 25 ദിവസമായി. സാധനം കിട്ടില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ 2 ദിവസമായിട്ട് വിളിച്ച ഫോൺ എടുക്കുന്നില്ല. ഓരോരോ ന്യായീകരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അയ്യോ അയക്കാൻ പറ്റിയില്ല, പിന്നെ 3 പ്രോഡക്റ്റ് ഒരുമിച്ച് അവിടുന്ന് ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ, മറ്റ് സ്ഥലങ്ങളിൽ കൂടെ വിടാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഡെലിവറി ചാർജ് ഉൾപ്പെടെയാണ് ഞാൻ വില ഉറപ്പിച്ചത്. അങ്ങനെ 2 ആയിട്ടുള്ളൂ, ഇനി ഒരെണ്ണം കൂടി ഓർഡർ വരാനുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തട്ടി കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ആ ഒരു ഓർഡർ വന്നില്ല, അതുകൊണ്ട് ഞാൻ DTDC കൊറിയർ വഴി അയക്കാമെന്ന് പറഞ്ഞു. ഇതൊന്നും നടന്നില്ലെന്ന് മാത്രമല്ല, ഇയാൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ അതൊരു തരം ചീറ്റിംഗ് ആണ്. അത് ഞാൻ ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് വഴി അങ്ങനെ മൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാര്യം എനിക്ക് 3000 രൂപ വലുതാണ്, ഏറ്റവും വലുതാണ്, നല്ല വലുതാണ്. അതുകൊണ്ട് എനിക്കത് കളയാൻ പറ്റില്ല. ഇതിന് മുൻപും നമ്മൾ ഈ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ്. ഓൺലൈൻ വഴി എന്ന് പറഞ്ഞാൽ ഈ വിളിച്ച് പറഞ്ഞ് ഇതൊക്കെ മലയാളീസാണ് ചെയ്യുന്നത്. അത് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്, എല്ലാം മലയാളീസാണ് ചെയ്യുന്നത്. അലമാര ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അലമാര ഓർഡർ കൊടുത്തു മാത്രം ഓർമ്മയുണ്ട്, പൈസയും കൊടുത്തു, സാധനം വന്നില്ല. അത് സൈബർ സെൽ വഴി മൂവ് ചെയ്ത് അവർ അതിൻ്റെ പേപ്പേഴ്സിലൊക്കെ തന്നു. ഇനി കോടതി വഴി മൂവ് ചെയ്യുമ്പോൾ ആ പൈസ കിട്ടും. കോടതി വഴിയുള്ള പേപ്പേഴ്സ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ 2 കാര്യം പണി കിട്ടിയോടുകൂടി ഞാൻ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യുന്ന പരിപാടി നിർത്തി, ക്യാഷ് ഓൺ ഡെലിവറി. അപ്പോൾ ഇന്ന് ഞാൻ വേറൊരു ടീമിന് ഇതുപോലെ നായ്ക്കൂടെ ഓർഡർ ചെയ്തിട്ട് അവർ ഇന്നലെ 1000 രൂപ അഡ്വാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറ്റത്തില്ല, ക്യാഷ് ഓൺ ഡെലിവറി ആണ് ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇന്ന് കൊണ്ട് സാധനം വെച്ചിട്ട് പോയി. ഇന്നലെ ഓർഡർ കൊടുത്തുന്ന സാധനം വന്നു, മറ്റത് 25 ദിവസമായിട്ട് എനിക്ക് ഒരു റെസ്പോൺസും ഇല്ല. അപ്പോൾ അതിനി ലീഗലി മൂവ് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കാൻ പാടില്ല. ഇയാൾ ഈ പറയുന്ന പോലെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വ്യാപകമായിട്ട് ആഡ് കൊടുക്കുന്ന ടീമാണ്. എന്നെ വിളിച്ചപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞു ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഇല്ല അങ്ങനെ പറ്റത്തില്ല, കാരണം കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ ആളില്ലെങ്കിൽ ഞങ്ങൾക്കത് ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് 3000 രൂപ തന്നാൽ മതി, ബാക്കി വരുമ്പോൾ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഓർഡർ കൊടുത്തത്. അപ്പം ഞാൻ മലയാളിയാണ്, ആലപ്പുഴയാണ് സ്ഥലം, നല്ല കാര്യമായിട്ട് സംസാരിച്ചു. ആളുടെ ബാങ്ക് അക്കൗണ്ടാണ് ഡീറ്റെയിൽസ് തന്നത്. അപ്പം അങ്ങനെ ചീറ്റ് ചെയ്യും എന്നുള്ള പ്രതീക്ഷ നമുക്കില്ല. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിലാണ് തന്നത്, ആളുടെ തന്നെ ഡീറ്റെയിൽസ് തന്നത്. അപ്പം ഇങ്ങനെ വന്നപ്പോഴേക്കും അത് കൊടുത്തു. പക്ഷേ ഇപ്പോൾ 25 ദിവസമായിട്ടും യാതൊരു റെസ്പോൺസും ഇല്ല. ഞാൻ വേറെ ഓർഡർ കൊടുത്ത് സാധനം ഇന്ന് കൊണ്ട് വയ്ക്കുകയും ചെയ്തു. ആ ക്യാഷ് ഓൺ ഡെലിവറി തന്നെ ആൾക്ക് വന്ന ഉടനെ കാശും കൊടുത്തു. ഞാൻ പറഞ്ഞു വന്ന കാര്യം, ചതി എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ്. അത് ട്രസ്റ്റ് വൺസ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതൊരിക്കലും റീബിൽഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ബിൻസിയുടെ ഈ വിഷയത്തിൽ അറിയുന്ന എല്ലാവരും ഇനി ബിൻസിക്ക് കൊളാബ് തരാൻ ഒരു പക്ഷേ മടിക്കും, ഒരു അല്പമെങ്കിലും ആലോചിക്കും, കൊടുത്താൽ പണി കിട്ടുമോ എന്ന് ആലോചിക്കും. ഞാൻ പറഞ്ഞു വന്ന വിഷയം, ബിൻസിയുടെ ചെറിയമ്മയാണോ വല്യമ്മയാണോ എന്ന് എനിക്കറിയത്തില്ല, അവരുടെ കമൻസ് അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. കമൻറ്റ് അതിന് മുമ്പ് നമ്മുടെ തന്നെ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്, ഒരു പ്രൈം ടൈം ടോക്ക് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്ന് കമൻറ്റ്. ഇതാണോ വലിയ ബിൻസി തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി RJ ബിൻസി തട്ടിപ്പ് നടത്തി കോടികൾ ഉണ്ടാക്കിയെന്ന്. 300 കുലുവയുടെ ബ്രാക്കറ്റിൽ അത്രയൊന്നും വാല്യൂ ഇല്ല, കമ്മലും വളയും അയച്ചു കൊടുത്ത്. ബട്ട് RJ ബിൻസി അതിട്ട് ഒരു ആഡ് വീഡിയോ എടുത്ത് പരാതി പറഞ്ഞ് ഇൻസ്റ്റഗ്രാമിൽ കച്ചവടം നടത്തുന്ന പ്രസ്തുത പേജിന് നൽകിയില്ല. അതിനെയാണ് മലയാളത്തിലെ യൂട്യൂബ് കോണകൾ കതിനൂർ ബാങ്ക് തട്ടിപ്പ് ലെവൽ തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞ് പർവ്വതീകരിച്ച വീഡിയോവും അത് വ്യൂസിന് ഇമാതിരി കോണ്ടന്റ് കൊടുക്കാതെ നല്ല ക്വാളിറ്റിയുള്ള കോണ്ടന്റ് കൊടുക്കുന്നിട. RJ ബിൻസി തട്ടിപ്പ് നടത്തിയത്രേ, ഇതാണോ തട്ടിപ്പ്? അപ്പോൾ യഥാർത്ഥ തട്ടിപ്പിനെ നീയൊക്കെ എന്തോ വിളിക്കും. പ്രൈം ടൈം ടോക്ക് വാലും തലയും ഉടലും ഒന്നും ഇല്ലാത്തൊരു അക്കൗണ്ടാണ്. ഏതവനാണ് ഇതിൻ്റെ പുറകെ ഇരുന്ന് കളിക്കുന്നതെന്ന് അറിയത്തില്ല. എന്നാൽ പോലും ഇത് ബിൻസിയുടെ വല്ല PR ചാനലാണെന്ന് അറിയത്തില്ല. പക്ഷേ മോനെ,
നിന്നോട് പറയാനുള്ള കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 300 രൂപയായാലും 3 രൂപയായാലും പൈസ തന്നെയാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാവുള്ളൂ. നിന്നെപ്പോലുള്ള ഞാഞ്ഞൂലുകൾക്ക് ഇങ്ങനെ വന്ന് കമൻ്റ് ഉണ്ടാക്കാനേ പറ്റത്തുള്ളൂ, മനസ്സിലായോ? അല്ലെങ്കിൽ ബിൻസിയുടെ അപ്പനോട് പറയണം ആ പൈസ സോറി പറഞ്ഞ് പൈസ കൊടുക്കാൻ. അതാണ് ചെയ്യേണ്ടത്, അതാണ് മാന്യത. അല്ലാണ്ട് ഇങ്ങനെ വന്ന് കമൻറ്റ് ഉണ്ടാക്കുകയല്ല വേണ്ടത്. ഇനി ബിൻസിയുടെ ബന്ധുവിൻ്റെ കമൻറ്റ്, ഈ ഇഷാബൈ PKയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോ ഈ ന്യൂസ് വന്ന ചാനലിൻ്റെ താഴെ പോയിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട്. ഞങ്ങൾ ഇങ്ങനെയാണ് കൊളാബിന് കൊടുത്തത്, ഞങ്ങളുടെ ചെറിയ പേജാണെന്നൊക്കെ പറഞ്ഞൊരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്തതാണ്, ഒന്ന് പോയേ, റീച്ച് കൂട്ടാൻ കോണ്ടന്റ് ആക്കി വന്നേക്കാം. ഈ അക്കൗണ്ട് ഓണറിൻ്റെ പേര് മാജിക് ലില്ലി 2055 എന്നാണ്. അതിനകത്താണ് ബിൻസിയുടെ അമ്മയും ഇവരുമായിട്ടുള്ള ഫോട്ടോ ഒക്കെ ഞാൻ കണ്ടത്. ഇവർ കസിൻസ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് കുറേ കമൻസ് ഇവരെ എതിർത്തുകൊണ്ട് കമൻസ് വന്നു. അങ്ങോട്ട് പോയി കൊള്ളാബ് ചോദിച്ച് പറ്റിച്ചതിന് കുഴപ്പമില്ല എന്നൊക്കെ ചോദിച്ചിട്ട്, അത് കഴിഞ്ഞിട്ട് എന്ത് തെളിവ്, ക്യാഷ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് തള്ളയ്ക്ക് വേണ്ടാഞ്ഞിട്ടല്ലേ, റീച്ച് മതി എന്നാണ് അവർ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു പാർട്ടിയുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയിട്ടൊരു സാധനം ഞങ്ങൾ ഇതുപോലെ ചെയ്തു തരാമെന്ന് പറഞ്ഞ് അവർ വിശ്വസിച്ച് കൊടുത്തിട്ട് അവരെ വിളിക്കുന്ന വാക്കുകളാണ് തള്ള, അവർ റീച്ച് വേണമെന്ന് പറഞ്ഞു. അതെ, ഓഫ് കോഴ്സ് അവർ റീച്ചിന് വേണ്ടിയാണ് ഇത് കൊടുത്തത്, കൊളാബ് കൊടുത്തത്. കൊളാബ് ചെയ്തു കൊടുത്തില്ല. 1.5 വർഷം കഴിഞ്ഞാണ് ഞങ്ങൾ പൈസ തരാൻ വേണമെങ്കിൽ എന്തോ നക്കാപ്പിച്ചയാണോ ഭിക്ഷയാണോ? ശരിക്കും പറഞ്ഞാൽ ഇത് ഇവർ ലീഗലി 300 രൂപ ആയിക്കോട്ടെ, എന്നാൽ പോലും ചതി തന്നെയാണ്. ലീഗലി പോകേണ്ട കാര്യമാണ്, അതവർ പോകേണ്ടതായിരുന്നു. പക്ഷെ അവർ വേണ്ട, ഇത് പബ്ലിക് അറിഞ്ഞിട്ട് ഒരു അവയർനെസ് പോലെ ആൾക്കാരിലേക്ക് എത്തി, ആൾക്കാർ മനസ്സിലാക്കണം. അതിന് വേണ്ടിയാണ് അവർ വീഡിയോ ചെയ്തതെന്ന് വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇത് ഞങ്ങൾക്ക് പ്രശ്നമാക്കണം എന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു അപ്പോളജി പോലും ബിൻസി പറയുന്നില്ല. അതാണ് അവിടെ ഏറ്റവും വലിയ വിഷമം. അവരുടെ ഭാഗത്ത്, ബിൻസിയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായിട്ട് പോലും സോറി എനിക്ക് സമയം കിട്ടില്ല അവിടെ ചെയ്യാത്തത് എന്ന് പോലും ബിൻസി പറയുന്നില്ല. അവിടെ അഹങ്കാരത്തോടെ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരിത് പബ്ലിക് ആക്കിയത്. ഇനി അവർ പറഞ്ഞതല്ലേ അറിയുള്ളൂ. അപ്പോൾ ആരോ മറുപടി പറഞ്ഞു, ചേച്ചിക്ക് ഇത് മാസക്കൂലിയാണോ ദിവസക്കൂലിയാണോ എന്ന് ചോദിച്ചു. അല്ലടാ മണിക്കൂറിനാണ്, എന്തേ ബുദ്ധിമുട്ടുണ്ടോടാ ഊളേ. നല്ല സംസ്കാരം. നീ ആദ്യം മേലനങ്ങ് എന്ന് പറഞ്ഞിട്ട് അടുത്ത മറുപടി, 180 രൂപയുടെ ആഭരണമല്ലേ വില കൂടിയത്, ഒന്ന് പോടാപ്പാ. എൻ്റെ പൊന്നു ചേച്ചി, നിങ്ങളുടെ കസിൻ ബ്രദർ ആണോ ആരാന്നറിയില്ല ബിൻസിയുടെ അപ്പൻ. പുള്ളിക്കാരൻ ഓട്ടോ ഓടിക്കുന്ന ഒരാളല്ലേ. ആ മനുഷ്യൻ ആ മുച്ചക്ര വണ്ടി ഓടിച്ച് കുടുംബം പുലർത്തിക്കൊണ്ട് വരുന്ന ഒരാളാണല്ലോ. ഇപ്പോഴാണല്ലോ ബിൻസി എന്തോ വലിയ സംഭവമായി മാറിയതും ഈ ഫാമിലി മുഴുവൻ വ്ളോഗ് എടുക്കുന്ന ഫാമിലിയായിട്ട് മാറിയത്. ഇതിന് മുൻപ് ആ ഓട്ടോ ഓടി കിട്ടുന്ന കാശ് കൊണ്ടല്ലേ ജീവിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ആ 150 രൂപയ്ക്ക് അന്ന് പുള്ളിക്ക് വില ഉണ്ടായിരുന്നു, ഇന്നും പുള്ളിക്കാരന് വില ഉണ്ടാവും. മോൾക്കാണത് ഇല്ലാതായി പോയത്, അത് മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഇതൊന്നും ഒരു വാല്യൂ ഉണ്ടാവില്ല. നിങ്ങൾക്കൊരു നിസ്സാരമായിരിക്കും 150 രൂപ എന്ന് പറയുന്നത്. പക്ഷെ 150 രൂപയ്ക്ക് നിങ്ങളൊക്കെ യാചിക്കുന്നൊരു സമയം ഉണ്ടാവും. അത് വരാതിരിക്കട്ടെ, അതേ പറയാനുള്ളൂ. പിന്നെ ഒന്ന് പോടി ഊളെ, സ്വന്തം അക്കൗണ്ടിൽ കയറി അയക്ക് എന്ന് പറഞ്ഞിട്ട് വേറൊരു കമൻറ്റ്. അത് അവർ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞില്ല എന്ന് നിങ്ങൾക്കറിയോ? ഈ തള്ള റീച്ച് കയറ്റാൻ കുറേ കഷ്ടപ്പെടുന്നുണ്ടല്ലോ. ആ ക്യാഷ് കൊടുക്കില്ല എന്ന് നിൻ്റെ അടുത്ത് ഈ തള്ള പറഞ്ഞായിരുന്നോ? കുറ്റം പറയാൻ നടക്കുന്നു സത്യം അറിയാതെ. എന്താണ് സത്യം? നിങ്ങൾ വെളിപ്പെടുത്തി എന്താ സത്യമെന്ന്. നിങ്ങളുടെ മോള് അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻ്റെ മോളോ ആരാ എന്താ വെച്ചാൽ എനിക്കറിയില്ല, അവർ അങ്ങോട്ട് പോയിട്ട് സംസാരിച്ചതാണല്ലോ കൊളാബിൻ്റെ കാര്യം പറഞ്ഞിട്ട്. കൊളാബ് ഉണ്ടോ, ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയതല്ലേ, അല്ലാണ്ട് അവർ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ലല്ലോ. അങ്ങനെ കൊളാബിന് സാധനം മേടിച്ചിട്ട് ഈ വീഡിയോ ചെയ്ത് കൊടുത്തിട്ടില്ലല്ലോ. നിങ്ങളുടെ ഈ മോള് തന്നെ പറഞ്ഞു 2024 300 രൂപയുടെ സാധനമാണ് എനിക്ക് തന്നത്, കമ്മലും മാലയെന്നും പറഞ്ഞിട്ട്. ആ മോള് സമ്മതിച്ച കാര്യമാണത്, സ്റ്റോറി ഇട്ട് കാണിച്ച കാര്യമാണ്. എന്നിട്ട് അത് ചെയ്ത് കൊടുത്തില്ല എന്ന് മാത്രമല്ല, അവരെ ഇപ്പോൾ ഇൻസൾട്ട് ചെയ്യുന്നു. മനസ്സിലായോ? ഇതാണ് സത്യം. വേറെ സത്യം നിങ്ങൾക്ക് പറയാനുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അസുഖമായ സമയത്തും അവരത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായി. അവർ അഡ്ജസ്റ്റ് ചെയ്ത് ഓക്കെ ഒന്ന് ഭേദമായിട്ട് മതി എന്ന് അവർ പറയുകയും ചെയ്തു. എന്നിട്ടും ചെയ്തു കൊടുത്തില്ല. ഒരു 1/2 മണിക്കൂർ മെനക്കെട്ട ചെയ്യാവുന്ന കാര്യമാണ്, ചെയ്തു കൊടുത്തില്ല. അത് ചെയ്തു കൊടുത്തില്ല എന്ന് മാത്രമല്ല, അത് വില കുറഞ്ഞ സാധനമല്ലേ, എന്തിനാ എത്രയും വില കുറഞ്ഞ സാധനത്തിൻ്റെ ആഡൊക്കെ ചെയ്തിട്ട് നമ്മുടെ വില കളയുന്നത് എന്ന് സെലിബ്രിറ്റി ആയി പോയപ്പോൾ ചിന്തിച്ചു. ഇതാണ് സത്യം, ഇതാണ് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. 300 രൂപയുടെ സാധനമല്ലേ, ഞാനൊക്കെ 300 രൂപയുടെ സാധനം ചെയ്താൽ എൻ്റെ വില പോയാലോ എന്നായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക ബിഗ് ബോസ് പോയിട്ട് വന്നതിന് ശേഷം. പക്ഷേ ബിഗ് ബോസ് പോകുന്നതിന് മുമ്പ് 300 രൂപയ്ക്ക് വലിയ വിലയുണ്ടായിരുന്നു. അന്ന് സെലിബ്രിറ്റി അല്ലല്ലോ, അന്ന് വലിയ വിലയുണ്ട്. കൊള്ളാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചേച്ചിയുടെ കമൻറ്റ്. ആ ക്യാഷ് കൊടുക്കില്ലെന്ന് നിൻ്റെ അടുത്ത് ഈ തള്ള പറഞ്ഞായിരുന്നു, കുറ്റം പറയാൻ നടക്കുന്നു സത്യം അറിയാതെ. ഇങ്ങനെ കുറേയധികം കമൻറ്റുകളുണ്ട്. അപ്പോൾ ഫാമിലി മൊത്തത്തിൽ ഇങ്ങനെ സംസാരിക്കുന്ന ടീമുകളാണെന്ന് മനസ്സിലാക്കാം. എന്തായാലും ബിൻസി ഇതിനെ റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം പൈസ അവർ വേണ്ടെന്ന് പറഞ്ഞു. അറ്റ്ലീസ്റ്റ് ബിൻസിക്ക് അല്പമെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ, മാന്യത എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട് എൻ്റെ ഭാഗത്ത് വന്നൊരു തെറ്റാണ്, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു, സോറി, ഞാൻ ആ ക്യാഷ് തിരിച്ചു തരാം. അല്ലെങ്കിൽ ഇത് ബിൻസി പറഞ്ഞിട്ടില്ല ഇതുവരെയും. ഈ ബിൻസിയുടെ സുഹൃത്താണ് അവരെ വിളിച്ച് പറയുന്നത്, നിങ്ങൾ ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യാമോ, ഞങ്ങൾ ക്യാഷ് തരാമെന്ന് പറയുന്നത്. ബിൻസി പറഞ്ഞിട്ടില്ല. ഇത് ചെയ്തേക്കുന്ന തെറ്റ് ചെയ്തേക്കുന്ന ബിൻസിയാണ്. പക്ഷെ ബിൻസിക്ക് താഴാൻ പറ്റത്തില്ല. ചാച്ചൻ പഠിപ്പിച്ചതല്ലേ, താഴാൻ പറ്റത്തില്ല. ആ ചാച്ചൻ്റെ വീഡിയോ ഒക്കെ കണ്ട് മനസ്സിലാക്കിയിടത്തോളം ആളൊരു പാവമാണെന്ന് തോന്നിയിട്ടുണ്ട്. ആ അമ്മയും ഒരു പാവമായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ ബിൻസി, എൻ്റെ പൊന്നുമോളെ സമ്മതിക്കണം. എനിവേ, ഇത്
ഇനിയും ഇവർ പല പല പേജുകളുടെ താഴെ പോയിട്ട് കമൻറ്റുകൾ ചെയ്യും. മോശമായിട്ട് ആ പേജുകാരെ, ഈ ഇഷാബൈ പി കെ എന്ന് പറയുന്ന പേജുകാരെ ഇൻസൾട്ട് ചെയ്ത് തന്നെ കമൻറ്റ് ചെയ്യും. എനിക്ക് ഇഷാബൈ പി കെ അവരോട് പറയാനുള്ളത്, നിങ്ങൾ ലീഗലി മൂവ് ചെയ്യുക, നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുക, നിങ്ങളുടെ പേജിനെ തകർക്കാൻ വേണ്ടി ചെയ്യുന്ന ഈ തോന്നിയവാസം സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. നിങ്ങൾ ലീഗലി മൂവ് ചെയ്യുക തന്നെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ബിൻസിമോൾക്ക് നല്ല ബുദ്ധി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.